പസങ്ക, കടൈക്കുട്ടി സിംഗം, നമ്മ വീട്ട് പിള്ളൈ ഇങ്ങനെ ഒരു കൂട്ടം സിനിമകൾ സംവിധാനം ചെയ്ത പാണ്ഡ്യരാജ് എഴുതി സംവിധാനം ചെയ്തു വന്ന സിനിമയാണ് തലൈവൻ തലൈവി. ഇത് ഒരു KKPP പരിപാടിയാണ്. അതായത് ഈ പടം നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ വെറുപ്പിക്കാനും പറ്റും എന്നുള്ള ഒരു സെറ്റപ്പാണ്. അതായത് നമ്മളെ സീരിയലുണ്ടല്ലോ, സീരിയലിൽ നടക്കുന്ന കഥയെ ഒരു ഫണ്ണായിട്ട് ഒരു ഫൺ മസാല ഫാമിലി മൂവി ആയിട്ടാണ് ഇത് എടുത്തു വച്ചിരിക്കുന്നത്. ഇതിന് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. ഇതിലുള്ള കഥാപാത്രങ്ങളെല്ലാം കാരിക്കേച്ചർ രൂപത്തിൽ ഓവറായിട്ട് പെരുമാറുന്ന കഥാപാത്രങ്ങളാണ്. ആ ഒരു മീറ്ററാണ് പിടിച്ചിരിക്കുന്നത്. ആ മീറ്റർ കണക്റ്റ് ആയാൽ ഇത് രസമാണ്. അല്ലാതെ ഇത് സീരിയസ് ആയിട്ട് അയ്യോ എന്താ ഇവർ കാണിക്കുന്നത്, എന്ത് പൊളിറ്റിക്സാണ് ഇവർ പറയുന്നേ, ഇങ്ങനെയൊക്കെ ആക്കിയാൽ നല്ല രസമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഇതിനെ സീരിയസ് ആയിട്ട് എടുത്ത് ഇതൊരു മെസ്സേജ് പാസ് ചെയ്യണ സിനിമയൊന്നുമല്ല. ഇത് ജസ്റ്റ് 2-2.5 മണിക്കൂർ നമുക്കൊരു ഫൺ റൈഡ്, അത്രേ ഉള്ളൂ. നമ്മുടെയൊക്കെ പലയിടത്തും വീട്ടിലുള്ളിൽ ഈ നടക്കുന്ന അമ്മായിയമ്മ പോരും നാത്തുമിൻ്റെ പിണക്കവും പരിഭവവും ഇതിൻ്റെ ഇടയ്ക്ക് ഭർത്താവ് കിടന്ന് വെള്ളം കുടിക്കണതും അങ്ങനത്തെ വിഷയങ്ങളെയൊക്കെ അതിനെ റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കാതെ ഒരല്പം കയറ്റിയിട്ട് ഒരു എന്താ പറയുക കാരിക്കേച്ചർ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമ. അത് ആ മീറ്ററിൽ ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇപ്പോൾ റെഡ് കിങ്സ്ലി അങ്ങനെ കുറേ പേരൊക്കെ ഓവറായിട്ട് അഭിനയിക്കുന്ന സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അത് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതിനാണ് എനിക്ക് ഫീൽ ചെയ്തത്. പലയിടത്തും നല്ല ചിരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലോജിക്കും മറ്റേ ഈ പറഞ്ഞ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒക്കെ തെരഞ്ഞു പിടിച്ച് പോയി കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. എനിക്കിതിൽ കുറേ സീനുകൾ കണക്റ്റായി. എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുകളാണ്. എന്ന് പറഞ്ഞാൽ അതിൽ ഇതുപോലെ വിദ്വേഷം വച്ച് പുലർത്താതില്ല വഴക്ക്. എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇവരെ വായിരിക്കണ രണ്ടര കേൾക്കാതെ എനിക്കൊരു സമാനം വരില്ല. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അത് വർക്കായിട്ടുണ്ട്. അതുപോലെ കുറേ ഇപ്പോൾ വിജയ് സേതുപതിയും നമ്മളെ നിത്യ മേനോനും തമ്മിലുള്ള പിണക്കവും ഇതൊക്കെ കാണിച്ചിട്ട് ഭയങ്കര രസമാണ്. ഇവർ തമ്മിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് വിജയ് സേതുപതി ഇരുന്ന് കത്ത് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ആ ഐഡിയ നമ്മൾ വഴക്ക് പറയുമ്പോൾ നമ്മൾ ചുമ്മാ തർക്കിക്കാനും തിരുത്താനും നിൽക്കണതിന് പകരം ഇങ്ങനെ കത്തിയാൽ മതി. ഇത്തിരി നാണക്കേട് വിചാരിച്ച് ഈ പെണ്ണും പിള്ള മിണ്ടാതിരുന്നുള്ളൂ. നല്ലൊരു ഐഡിയ തന്നതിന് പാണ്ഡ്യരാജിന് പ്രത്യേകിച്ച് ഒരു നന്ദി. ഈ പടത്തിൽ വേറൊരു കഥാപാത്രത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയ് സേതുപതിയുടെ അമ്മയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ദീപാ ശങ്കറാണ്. അവർ ഒരുപാട് സിനിമയിൽ ചെറിയ റോളിൽ വന്നാൽ പോലും അവരുടെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു സംസാര ശൈലിയുണ്ട്, സ്ലാങ് ഉണ്ട്, എന്നുണ്ട്. അതുപോലെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ എല്ലാവരും മനസ്സിൽ രജിസ്റ്റർ ആവുന്ന ഒരു അഭിനേത്രിയാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് നല്ല കുറേ റോള് കൊടുക്കാത്ത എന്തെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇതൊന്നും അങ്ങനെ എല്ലാവർക്കും പറ്റില്ല, ഇത് യുണീക്കാണ്. ബാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ടും അഭിനയിക്കണമായിട്ടൊക്കെ ഫീൽ ചെയ്യും. ഇവരാകുമ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് ഇവരങ്ങനെയാണ് യഥാർത്ഥത്തിലും സംസാരിക്കുന്നതെന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് മുഴുതിയുള്ള കഥാപാത്രം കിട്ടിയത് നന്നായിരിക്കും എന്ന് വിചാരിച്ചെടുത്ത് ഈ പടത്തിൽ അതുകൊണ്ട് ഇതിൽ വിജയ് സേതുപതിയുടെ അമ്മയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കോമഡി എന്ന് പറഞ്ഞാൽ വിജയ് സേതുപതിക്കും ഈ അമ്മയ്ക്കൊക്കെ 47 വയസ്സാണ്, രണ്ടുപേർക്കും ഒരേ വയസ്സ്. നിത്യ മേനോനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിജയ് സേതുപതി പോവുകയാണ്. അപ്പോൾ ഇതിൽ ആരും അങ്ങനെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരൊന്നുമില്ല. എല്ലാവരും അല്പം നെഗറ്റീവ് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ രണ്ട് കുടുംബത്തിലും ഈ തരത്തിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് പോവുകയാണ്. പെണ്ണ് കാണാനൊക്കെ ഭയങ്കര രസമാണ്. ഈ പൊറോട്ടയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഭാര്യയെ വളയ്ക്കുന്നത്. അപ്പോൾ നോക്കും ഇതൊക്കെ പിന്നെ പെണ്ണ് ഇത്രയേ ഉള്ളൂ, പൊറോട്ടയൊക്കെ വെച്ചിട്ട് വളയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതൊരു സ്പൂഫ് അങ്ങനെ ആണെങ്കിലും എടുത്തോ, വിഷയമില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസമൊന്നും വലിയ പ്രശ്നമില്ലാതെ പോകുന്നത്. പിന്നെ ഈ ഫാമിലിയായിട്ട് തെറ്റുന്നു, നിങ്ങളിങ്ങനെ മുണച്ചതാ ഇപ്പടിയായ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട്. അപ്പോൾ ഇത് തുടക്കം ഒരു അമ്പലപ്പറമ്പാണ് കാണിക്കുന്നത്. അമ്പലപ്പറമ്പിൽ വിജയ് സേതുപതിയെ അറിയിക്കാതെ ഇവരൊരു കാര്യം ചെയ്യുന്നു. അവിടെ നിന്ന് ഓരോ ഇൻസിഡൻറ്റ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഇൻസിഡൻറ്റ് കാണിച്ച് ഫ്ലാഷ് ബാക്ക് കാണിച്ച് പോവുകയാണ്. അവിടെ സിനിമാറ്റോഗ്രഫി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ക്രിഡിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പഴയത് പുതിയതെന്നുള്ള കൺഫ്യൂഷൻ ഇട്ട് തലവേദന സൃഷ്ടിച്ചിട്ടില്ല. അതുപോലെ എടുത്തു പറയേണ്ടത് പ്രദീപ് രാഘവൻ്റെ എഡിറ്റിംഗ് പാളിയിരുന്നെങ്കിൽ ഈ പടം കുളമായിട്ട് പോകുമായിരുന്നു. അത് കറക്റ്റായിട്ട് ആ മീറ്ററിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ട് കലൈൻ കിങ്സ്റ്റനാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. 1-2 സ്റ്റണ്ടുകൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഒരു ദീപാവലി സമയത്തുള്ള ഒരു ചേസിങ് സാധനം ഉണ്ടായിരുന്നു, അതൊരു വെറൈറ്റി ആയിരുന്നു. അതുപോലെ ഒരു സിംഗിൾ ഷോട്ട് പോലെ, സിംഗിൾ ഷോട്ടൊന്നുമല്ല, കട്ട് നമുക്ക് അറിയാൻ പറ്റും. എന്നിരുന്നാലും അത് എക്സിക്യൂട്ട് ചെയ്തത് നന്നായിരുന്നു. പിന്നെ 1 too many ഫൈറ്റൊക്കെ കുറേ ഉണ്ട്. ഫൈറ്റ്സൊക്കെ അത്യാവശ്യം ഒരു മാസ് മസാല പടത്തിന് ചേർന്ന രീതിയിൽ നമ്മൾ ഇടിച്ചാൽ പറന്നു പോകുന്ന രീതിയിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നന്നായിട്ടുണ്ടായിട്ട് തോന്നി. സന്തോഷ് നാരായണനാണ് പാട്ടും സ്കോർ ചെയ്യണത്. 2-3 പാട്ടുകളൊക്കെ കിടിലൻ പാട്ടുകളായിരുന്നു. സ്കോറും അതുപോലെ നന്നായിട്ടുണ്ടായിരുന്നു.
പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് എം സുകുമാർ. അപ്പോൾ ഇതാ പരിപാടി. നമ്മൾ ഒരു സീരിയലിനെ ഫണ്ണായിട്ട് കോമഡി ആയിട്ട് ഭയങ്കര ഫാസ്റ്റ് കട്ടുകൾ ഉൾപ്പെടെ വളരെ പടപടപടപടയെന്ന് പോകുന്ന രീതിയിൽ മസാല ഫ്ലേവർ ചേർത്ത് ആഡ് ചെയ്ത് പോയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനത്തെ സിനിമകൾ, അതായത് പഴയ സുന്ദർ സിയുടെ ഫാമിലി പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, കോമഡിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കാണാവുന്നതാണ്. അത് വെറുപ്പിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പണ്ട് കോവേ സരളയൊക്കെ കോംബോ ഒക്കെ വരുമല്ലോ, അതൊക്കെ ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത്രത്തോളം ഒരു മീറ്റർ ഇതിൽ പിടിച്ചിട്ടില്ല, അതിൽ താഴെയാണ് പിടിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്തിരുന്നാലും ഭാര്യയും ഭർത്താവും ഇങ്ങനെയൊക്കെയാണ് ചേർന്നിരുന്ന് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ജീവിതം പോവുക എന്നുള്ള മെസ്സേജൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ മണ്ടത്തരമായിട്ടൊക്കെ തോന്നും. അങ്ങനെയൊന്നുമില്ല, ഒരു കുടുംബം, അതൊക്കെ ഒരു കോമഡി കുടുംബമാണ്, ഇവരെല്ലാവരും ഓവർ കഥാപാത്രങ്ങളാണ്, അവരുടെ ഒരു ലൈഫ് രസമായിട്ട് എടുത്തിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇതിൽ പിന്നെ ചെമ്പൻ വിനോദമുണ്ട്. ചെമ്പൻ വിനോദിൻ്റെ ഒരു സൈസിന് പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇതിൽ മൊത്തം പടം മൊത്തം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് നിത്യ മേനോനും നമ്മുടെ വിജയ് സേതുപതിയും കൂടിയാണ്. ഇടയ്ക്കൊക്കെ പടം അത് താഴെ പോണ സമയത്ത് ഇവരെ പെർഫോമൻസ് കൊണ്ട് പിടിച്ചിട്ടുണ്ട്. ഇവരല്പം പാളിയിരുന്നെങ്കിൽ ഈ പടം മൊത്തം വെറുപ്പിക്കലായി പോകുമായിരുന്നു. ഇവരുടെ റൊമാൻസൊക്കെ അങ്ങനത്തെ ഒരു വെറൈറ്റി സാധനമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇവരുടെ വഴക്കും ഇവരുടെ ഇത് എല്ലാം മറ്റേ ഉറച്ചലറി സംസാരിക്കുന്ന ആൾക്കാരാണ്. അത് കുളമായിരുന്നെങ്കിൽ ഇത് വെറുപ്പിച്ച് പണ്ടാറടങ്ങുമെന്ന് അങ്ങനെ ഒന്നും സംഭവിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് സെൻട്രായൻ എന്നൊരു സോമൻ എന്നുള്ള ക്യാരക്ടർ, സെൻട്രായ മുടിവെട്ടുകാരെ അവൻ്റെ കുറേ കോമഡി. യോഗി ബാബു നൈസായിട്ട് സൈഡിൽ ഇരുന്നുകൊണ്ട് അടിപ്പിച്ച് വിടുന്നുണ്ട്. യോഗി ബാബുവിൻ്റെ കോമഡി വർക്കായിട്ടുണ്ട്. RK സുരേഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഒളിയനായിട്ട് വരുന്ന ഒരു കലിപ്പൻ, അവനും നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു മനുഷ്യൻ, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ വിനോദ് സാഗർ, കാളി വെങ്കട്ട്, ഇവരൊക്കെയാണ് മറ്റ് റോളുകൾ ചെയ്തിരിക്കുന്നത്. ഇത് ഉറപ്പായിട്ട് ഈ തമിഴ്നാട്ടിൽ ഇത് പടം ഭയങ്കരമായിട്ട് വിജയിക്കും. കാരണം അവർക്ക് ഇഷ്ടപ്പെടാവുന്ന, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു മസിൽ പിടിക്കാതെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കോമഡികൾ ത്രൂ ഔട്ട് ഉണ്ട്. ഒരിക്കലും സീരിയസ് ടോണിലോട്ട് ഈ സിനിമ പോടില്ല. പിന്നെ ഡിവോഴ്സ് ഇത്രയേ ഉള്ളോ, ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഇവർക്ക് ഇത്രയും ചെയ്താൽ പോരെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ലോജിക്ക് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇരുന്ന് കാണുക, എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തലൈവൻ തലൈവിക്ക്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.